നമസ്കാരം. ബാക്ടീരിയൽ ഇൻഫെക്ഷന്റെ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന നോർഫ്ലോക്സ് 400 ടാബ്ലറ്റിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സിപ്ല ലിമിറ്റഡ് ആണ് ഇന്ത്യയിൽ ഈ മെഡിസിൻ നിർമ്മിച്ച് വിതരണം ചെയ്യുന്നത്. ഇതൊരു കോമ്പിനേഷൻ മെഡിസിനാണ്. നോർഫ്ലോക്സാസിൻ, ലാക്ടോബാസില്ലസ് എന്നിവയാണ് ഇതിലടങ്ങിയിരിക്കുന്ന കണ്ടന്റുകൾ. ഫ്ലൂറോക്വിനോലോൺസ് എന്നറിയപ്പെടുന്ന ആന്റിബയോട്ടിക്കുകളുടെ വിഭാഗത്തിൽപ്പെടുന്നതാണ് നോർഫ്ലോക്സാസിൻ. 1970കളുടെ അവസാനം ജപ്പാനിലെ ക്യോറിൻ സെയ്യാഗു കബൂഷിഗി കൈഷേയിലെ ശാസ്ത്രജ്ഞരാണ് നോർഫ്ലോക്സാസിൻ കണ്ടെത്തിയത്. എന്നാൽ ഇതിനെ മാർക്കറ്റ് ചെയ്യുകയും വികസിപ്പിക്കുകയും ചെയ്തത് ജർമ്മൻ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയായ ഹോച്ച്സ്റ്റ് റൗസൽ ഫാർമസ്യൂട്ടിക്കലാണ്. അവരുടെ ശ്രമങ്ങൾ വിവിധ ബാക്ടീരിയൽ അണുബാധകൾക്കുള്ള ഏറ്റവും ഫലപ്രദമായ ചികിത്സയെ നോർഫ്ലോക്സാസിൻ വിപണിയിലെത്തിച്ചു. ഇത് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷനുള്ള ഏറ്റവും ഫലപ്രദമായ ചികിത്സകളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു. നിരവധി ശാസ്ത്രജ്ഞരുടെ കണ്ടുപിടുത്തമാണ് ലാക്ടോബാസില്ലസ്. ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയകളുടെ വൈവിധ്യമാർന്ന ഗ്രൂപ്പാണ് ലാക്ടോബാസില്ലസ്. മനുഷ്യ ശരീരത്തിൽ പ്രത്യേകിച്ച് ദഹനനാളത്തിൽ ആരോഗ്യകരമായ സൂക്ഷ്മാണുക്കളുടെ ബാലൻസ് നിലനിർത്തുന്നതിൽ ഇത് പ്രധാന പങ്ക് വഹിക്കുന്നു. നോർഫ്ലോക്സാസിൻ DNA ഗൈറേസ് എന്ന എൻസൈമിന്റെ പ്രവർത്തനത്തെ തടയുന്നു. ഇത് ബാക്ടീരിയയുടെ DNA റെപ്ലിക്കേഷന് അത്യാവശ്യമാണ്. യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ്, പ്രോസ്റ്റേറ്റ് ഇൻഫെക്ഷൻസ്, ഗൊണോറിയ എന്നീ രോഗങ്ങൾക്ക് കാരണമാകുന്ന നിരവധി ബാക്ടീരിയകൾക്കെതിരെ ഇത് ഫലപ്രദമാണ്. ലാക്ടോബാസില്ലസ് ഒരു പ്രോബയോട്ടിക് ആണ്. ഇത് കുടലിന്റെ ആരോഗ്യത്തിന് ഗുണം ചെയ്യുന്ന ഒരുതരം ലൈവ് ബാക്ടീരിയയാണ്. കുടലിലെ നല്ല ബാക്ടീരിയകളുടെ ബാലൻസ് റീസ്റ്റോർ ചെയ്യുകയും ദോഷകരമായ ബാക്ടീരിയകളുടെ വളർച്ച തടയാൻ സഹായിക്കുകയും ചെയ്യുന്നു. ആന്റിബയോട്ടിക്കുകളുമായി ബന്ധപ്പെട്ട ഡയേറിയയുടെ അപകട സാധ്യത കുറയ്ക്കുന്നതിനും നാച്ചുറൽ ഗട്ട് മൈക്രോബയോട്ട റീസ്റ്റോറേഷനെ സപ്പോർട്ട് ചെയ്യുന്നതിനും ആന്റിബയോട്ടിക്കുകൾക്കൊപ്പം പ്രോബയോട്ടിക്കുകളും പലപ്പോഴും നിർദ്ദേശിക്കാറുണ്ട്. നോർഫ്ലോക്സ് ടാബ്ലറ്റിനും മറ്റെല്ലാ മരുന്നുകളെയും പോലെ സൈഡ് എഫക്ട്സ് ഉണ്ടാകാറുണ്ട്. ദഹനനാളവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ഡയേറിയ, ഓക്കാനം, ഛർദി, വയറുവേദന, കോൺസ്റ്റിപ്പേഷൻ, സെൻട്രൽ നെർവസ് സിസ്റ്റവുമായി ബന്ധപ്പെട്ടുള്ള തലകറക്കം, തലവേദന, ഉറക്കമില്ലായ്മ കൂടാതെ റാഷസ് എന്നിവയൊക്കെ ഇതിന്റെ സാധാരണ പാർശ്വഫലങ്ങളാണ്. ഈ മരുന്ന് കഴിക്കുന്ന സമയം ചിലർ സൂര്യപ്രകാശത്തോട് വളരെ സെൻസിറ്റീവായി കാണപ്പെടുന്നു. നോർഫ്ലോക്സാസിൻ എടുക്കുമ്പോൾ സൺസ്ക്രീൻ ഉപയോഗിക്കുന്നതും കൂടുതൽ സമയം സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കുന്നതും നല്ലതാണ്. അപൂർവം സന്ദർഭങ്ങളിൽ ഗുരുതരമായ പാർശ്വഫലങ്ങളും ഉണ്ടായേക്കാം. അനാഫൈലക്സിസ് പോലെയുള്ള കടുത്ത അലർജി റിയാക്ഷൻസ്, സെൻട്രൽ നെർവസ് സിസ്റ്റവുമായി ബന്ധപ്പെട്ട പെരിഫറൽ ന്യൂറോപ്പതി, അപസ്മാരം, നോർഫ്ലോക്സാസിൻ ഉൾപ്പെടെയുള്ള ഫ്യൂറോക്വിനോലോൺ ആന്റിബയോട്ടിക്കുകൾ കഴിക്കുന്ന രോഗികളിൽ ഉണ്ടാകാവുന്ന അപൂർവവും ഗുരുതരവുമായ അവസ്ഥയായ അയോർട്ടിക് ഡിസെക്ഷൻ, ടെൻഡനൈറ്റിസ്, ടെൻഡോൺ റാപ്ചർ എന്നിവയാണവ. പേശികളെ എല്ലുകളുമായി ബന്ധിപ്പിക്കുന്ന കട്ടിയുള്ള ഫൈബ്രസ് കോഡ്സിന്റെ വീക്കമാണ് ടെൻഡനൈറ്റിസ്. ഇത് സന്ധിക്ക് പുറത്ത് വേദനയും ടെൻഡർനെസ്സും ഉണ്ടാക്കുന്നു. തോളുകൾ, കൈമുട്ട്, കൈത്തണ്ട, കാൽമുട്ടുകൾ, ഉപ്പുറ്റി എന്നിവിടങ്ങളിലാണ് ഇത് സാധാരണയായി കണ്ടുവരുന്നത്. പേശികളെയും സന്ധികളെയും ബന്ധിപ്പിക്കുന്ന മൃദുവായ ടിഷ്യൂകൾ കൊണ്ടാകുന്ന മുറിവുകളാണ് ടെൻഡോൺ റാപ്ചേഴ്സ്. വേദനയും വീക്കവുമാണ് ഇതിന്റെ സാധാരണ ലക്ഷണങ്ങൾ. 60 വയസ്സിന് മുകളിലുള്ളവരിലും കോർട്ടിക്കോസ്റ്റെറോയിഡുകൾ കഴിക്കുന്നവരിലും ടെൻഡോൺ ഡിസോർഡേഴ്സ് മുമ്പുണ്ടായിട്ടുള്ളവരിലും ഈ അപകട സാധ്യത കൂടുതലാണ്. നോർഫ്ലോക്സാസിൻ രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനെ ബാധിച്ചേക്കാം, പ്രത്യേകിച്ചും പ്രായമുള്ളവരിൽ. പാർശ്വഫലങ്ങൾ സാധാരണയായി തനിയെ മാറുന്നവയാണെങ്കിലും ഗുരുതരമാവുകയോ നിലനിൽക്കുകയോ ചെയ്യുകയാണെങ്കിൽ ഉടൻ തന്നെ ഡോക്ടറെ കാണേണ്ടതാണ്. നോർഫ്ലോക്സ് 400 ടാബ്ലറ്റ് ഒഴിഞ്ഞ വയറിൽ കഴിക്കണം. ഡോക്ടറുടെ നിർദ്ദേശമനുസരിച്ച് കൃത്യമായ അളവിലും സമയത്തും മരുന്ന് കഴിക്കുക. എല്ലാ ദിവസവും ഒരേ സമയം മെഡിസിൻ കഴിക്കുന്നത് ശരിയായ റിസൾട്ട് കിട്ടാൻ സഹായിക്കും. ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ മരുന്ന് നിർത്താൻ പാടില്ല. ചികിത്സയുടെ കാലാവധി രോഗാവസ്ഥയെയും മരുന്നിനോടുള്ള പ്രതികരണത്തെയും ആശ്രയിച്ചിരിക്കും. മെഡിസിന്റെ ഏതെങ്കിലും ഡോസ് നഷ്ടമായാൽ ഉടൻ തന്നെ അത് കഴിക്കുക. എന്നാൽ അടുത്ത ഡോസിന് സമയമായാൽ ഡോസ് ഇരട്ടിയാക്കാതെ ആ സമയത്തേക്കുള്ളത് മാത്രം കഴിക്കുക. ഇത് ഉപയോഗിക്കുന്നതിന് മുൻപ് ഏതെങ്കിലും ആന്റിബയോട്ടിക്കുകളോട് അലർജിയോ വൃക്ക കരൾ രോഗങ്ങളോ ഉണ്ടെങ്കിൽ ഡോക്ടറോട് പറയേണ്ടതാണ്. ചില മരുന്നുകൾ നോർഫ്ലോക്സ് 400 ടാബ്ലറ്റുമായി ഇന്ററാക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം മെഡിസിൻ കഴിക്കുക. ഇതുപോലെ ഇൻഫർമേറ്റീവായ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.